ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് കൊല്ലം എം.എൽ.എയും സിനിമാ നടനുമായിട്ടുള്ള മുകേഷ് ഏട്ടനെ വിളിച്ച ഒരു സാധാരണക്കാരൻ്റെ കോളും അതിനുശേഷം ഇതേ മുകേഷ് ഏട്ടനെ വിളിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ കോളുമാണ്. അപ്പോൾ ഈ കോളിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗൗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിരുവനന്തപുരംകാരൻ അദ്ദേഹം ഈ പറയുന്ന മുകേഷ് ഏട്ടനെ വിളിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ പറയുന്ന മുകേഷ് ഏട്ടൻ്റെ ഫ്രണ്ടാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ചതിയെക്കുറിച്ച്, അതായത് ഒരു 5 ലക്ഷം രൂപ ഈ പറയുന്ന ഗൗതത്തിൻ്റെ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ജോലി വാഗ്ദാനം ചെയ്തിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന നമ്മുടെ എം.എൽ.എനെ വിളിക്കുന്നത്. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ ഒരു ടോണും, അതിനുശേഷം ഇതേ മുകേഷ് ഏട്ടനെ വേറൊരു കൂട്ടുകാരി വിളിക്കുമ്പോൾ ഉള്ള ഒരു ടോണും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഗൗതത്തിൻ്റെ കോള്. ആരാണ്? അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. സാറാണോ? അതെ, അത് അറിയാമല്ലോ, പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഞാൻ 2-3 നമ്പറിൽ വിളിച്ചത്, അതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്ത് നിന്നാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കണ്ട. സുഹൃത്താ? ഏത് സുഹൃത്ത്? ഏത് സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാൻ ആള് വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തി പൊയ്ക്കോ കേട്ടോ. വാർത്തയിലാണ്, വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കും നിന്നെ. സാർ, ഞാൻ അങ്ങനെയല്ല സാർ. വാർത്തയാ. ഇപ്പൊ വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാഗൻ രാധാകൃഷ്ണൻ സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി, ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ കേട്ടല്ലോ. എങ്ങനെയുണ്ട്? നമ്മുടെ മുകേഷ് ഏട്ടൻ ആകെ കലിപ്പിലാണ്. മുകേഷ് ഏട്ടൻ പറയുകയാണ്, എൻ്റെ കോള് ഓൾറെഡി സൈബർ സെല്ലിൽ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് നീ എന്നെ വിളിച്ചത്, ഞാൻ ഇപ്പം വിളിച്ചു പറഞ്ഞിട്ട് നിനക്ക് പണി കിട്ടും, അതുകൊണ്ട് എൻ്റെ ഒരു കരുണയ്ക്ക് നീ വേണേൽ ഫോൺ വെച്ചിട്ട് പോക്കോ, വെറുതെ ഇതിൻ്റെ പുറകെ നടക്കാൻ നിൽക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് മുകേഷ് ഏട്ടൻ അങ്ങോട്ട് ചൂടാവുകയാണ്. മുകേഷ് ഏട്ടൻ ആകെ കലിപ്പിലാണ് എന്തായാലും. അപ്പോൾ ഈ ഗൗതത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ നടത്തുന്ന ചങ്ങയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇയാൾക്കൊരു ജോലി വാഗ്ദാനം ചെയ്തു. അതായത് ഒരു 5 ലക്ഷം രൂപ മേടിച്ചിട്ട് HR ആയിട്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഈ പറയുന്ന രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ മുകേഷ് ഏട്ടൻ്റെ ഫ്രണ്ടാണ് എന്നുള്ള രീതിയിലാണ് ഗൗതം ഈ പറയുന്ന മുകേഷ് ഏട്ടനെ വിളിക്കുന്നത്. അതായത് എന്തെങ്കിലും ഈ 5 ലക്ഷം കിട്ടാൻ വേണ്ടി, തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം മുകേഷ് ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്പാവി ഇദ്ദേഹത്തിന് വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ നമുക്ക് അയ്യോ പാവം എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതിനുവേണ്ടി വിളിച്ചിട്ടുള്ള ഈ പറയുന്ന ഗൗതത്തിനെ നമ്മുടെ മുകേഷ് ഏട്ടൻ ഇട്ട് വറക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒന്നുമില്ലെങ്കിൽ ഒരു MLA അല്ലേ, അപ്പം എവിടെ നിന്നെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കാര്യം അന്വേഷിച്ച് അതിന് എന്നെക്കൊണ്ട് പറ്റൂല എന്നാണെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞ് അവിടെ ഒഴിവാക്കാനേ ഉള്ളൂ. പക്ഷേ ആള് ചങ്ങായിനെ പേടിപ്പിച്ച് അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ ഈ വാർത്ത പുറത്തു വിട്ടത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയാണ്. കാരണം ഈ ഷാജൻ സ്കറിയാനെയാണ് ഈ ഗൗതം വിളിച്ചു പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഗൗതം വിളിച്ച ഒരു കോളുണ്ട്, അതായത് ഷാജൻ സ്കറിയാനെ വിളിച്ചൊരു കോളുണ്ട്. ആ കോള് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനം വേണേൽ വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ മറുനാടൻ മലയാളി പോയിട്ട് കണ്ടോ. അപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ, അതായത് നമ്മുടെ MLAയും നടനുമായിട്ടുള്ള മുകേഷ് ഏട്ടൻ ഒരു സാധാരണക്കാരനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇതേപോലെ മുകേഷ് ഏട്ടൻ പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. അത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ വിളിച്ചപ്പോൾ മുകേഷ് ഏട്ടൻ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ കണ്ടു. ഓക്കെ, പക്ഷേ മുകേഷ് ഏട്ടൻ്റെ എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, എന്താണെന്നറിയില്ല, എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മുകേഷ് ഏട്ടൻ ഒരു സ്ത്രീയെ വിളിക്കുകയാണ്. ആ സ്ത്രീ ഏതാണ് എന്ന് പോലും ഞാനിവിടെ പറയുന്നില്ല. ഒരു സ്ത്രീയെ വിളിക്കുകയാണ്. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മുകേഷ് ഏട്ടൻ, അതായത് ഇപ്പം കലിപ്പായിട്ട് കണ്ട ഇതേ മുകേഷ് ഏട്ടൻ എങ്ങനെയാണ് ആ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതെന്നും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ അറിയാം ഈ മുകേഷ് ഏട്ടൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. എന്തൊരു ആവശ്യമാണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മുകേഷ്
മുകേഷ് ഏട്ടൻ ഈ പറയുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ വിളിക്കുകയാണ്. ആ സ്ത്രീ ഏതാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല, അത് നിങ്ങളും അറിയണ്ട. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. മുകേഷ് ഏട്ടൻ്റെ ഈ ഒരു ഇരട്ടത്താപ്പ് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, അപ്പോഴറിയാം നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ ആ ഒരു ഇരട്ടത്താപ്പ്. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടൻ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ ആദ്യം വരെ വന്നേ, എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ഭയങ്കര അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണിയങ്ങാണ്ട് കഴിയുമ്പോ മുകേഷ് ചേട്ടൻ ഫ്രീ ആവൂന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുള്ളൂ. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് ഇച്ചിരി സെക്രട്ടറി എന്താണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ അപ്പൊ ഞാൻ പോയിക്കോട്ടെ എന്നെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികളും എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച് നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ആ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസർവേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കും. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിക്കത്തില്ലേ ഇതിന്റെ ഇല്ലില്ല. അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു. അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പാകുന്നു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇല്ലല്ലോ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു. ഉറപ്പ് ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാന്ന്, അപ്പൊ ഇത്ര മണിക്ക് എല്ലാം. ഇതിപ്പോ ഞാൻ വിചാരിക്കുന്നത് പാവം, എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാൻ വേണ്ടി പറയും. അതായത് ഞാൻ ആറ്റിങ്ങ വരെ പോകും. ഞാൻ തിരിച്ചു വരും. ഞാൻ ഇപ്പൊ തന്നെ ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാനാ? നീ എന്തോ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ? ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. എങ്ങനെയുണ്ട്? അതായത് ഒരു സ്ത്രീ വിളിച്ച സമയത്ത് ഈ പറയുന്ന മുകേഷ് ഏട്ടന് യാതൊരു പ്രശ്നമില്ല. ഇത് സ്ത്രീ വിളിച്ചതാണോ അതോ സ്ത്രീനെ അങ്ങോട്ട് വിളിച്ചതാണോ എന്നറിയില്ല. എന്തായാലും മുകേഷ് ഏട്ടൻ ആകെ വിഷമത്തിലാണ്. ഈ പറയുന്ന മുകേഷ് ഏട്ടൻ വിളിച്ചിട്ട് ഈ പറയുന്ന സ്ത്രീ കറക്റ്റ് സമയത്ത് എത്തിയില്ല, അതിൻ്റെ വിഷമമാണ് മുകേഷ് ഏട്ടൻ പറയുന്നത്. എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും പേഴ്സണൽ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യമോ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും മുകേഷ് ഏട്ടന് ഈ പറയുന്ന സ്ത്രീയോട് സംസാരിക്കുന്ന രീതിയും നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ഗൗതത്തിനോട് സംസാരിക്കുന്ന രീതിയും തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം നമ്മുടെ മുകേഷ് ഏട്ടൻ എത്രത്തോളം നല്ല മനുഷ്യനാണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുകേഷ് ഏട്ടൻ എന്തിനായിരിക്കും ആ സ്ത്രീയെ വിളിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക.